പ്രണാമം ധർമ്മശാസ്താവേ. ശ്രീഭൂതനാഥ, ഹരിഹരപുത്ര, അവിടുന്ന് നമുക്ക് ഈ വിധം ദർശനമേകുമെന്ന് നാം തെല്ലും പ്രതീക്ഷിച്ചതല്ല. ഏകാന്ത തപസ്സിനായി അങ്ങൊരു ഇടം തേടിയെത്തിയതല്ലേ? ഇവിടമാണ് അതിനേറ്റവും അനുയോജ്യമായ സ്ഥലം. കൈലാസ വൈകുണ്ഠങ്ങളുടെ ചൈതന്യം ഈ പ്രദേശത്തെ ധന്യമാക്കുന്നു. പതിനേഴ് പർവ്വതശിഖരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം അഭൂതമായ കാന്തിക പ്രഭാവത്താൽ കാന്തമലയ്ക്ക് ശക്തിയേകുന്നു. ഊർജസ്ഫുരണത്തിന്റെ കേന്ദ്രസ്ഥാനമായ ഇവിടം സഹ്യനിരകളെ പുണ്യഭൂമിയാക്കുന്നു. മാതംഗമുനെ, നാം അങ്ങയ്ക്ക് ഇപ്പോൾ ഇവിടെ ഈ കാന്തമലയിൽ ദർശനമേകിയത് ഒരു സുപ്രധാന കാര്യം ഉണർത്തിക്കാനാണ്. അരുളിയാലും ഭഗവാനെ. നമ്മുടെ പഞ്ചദശാസന്ധികൾ പഞ്ചക്ഷേത്രങ്ങളായി മലനിരകൾക്കുള്ളിൽ പ്രതിഷ്ഠിക്കണമെന്ന് നാം ഭാർഗവരാമന് ഉപദേശമേകിയത് മാതംഗമുനിക്കും അറിവുള്ളതല്ലേ? അതിൽ 3 ക്ഷേത്രങ്ങൾ നമ്മുടെ ഇച്ഛാനുസരണം ഭാർഗവരാമൻ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി പ്രതിഷ്ഠിക്കേണ്ടത് നമ്മുടെ യോഗീഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം യോഗീഭാവത്തിലുള്ള നമ്മുടെ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ഉചിതമായ സ്ഥലം തേടി പരശുരാമൻ അങ്ങയെ സമീപിക്കും. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അങ്ങ് നൽകണം. ക്ഷേത്രപ്രതിഷ്ഠ നടത്തേണ്ടത് അങ്ങയുടെ ആശ്രമ ആസ്ഥാനമായ മാതംഗമലയുടെ മകുടത്തിലാണ്. അവിടെ പ്രകൃതി നിർമ്മിതമായ ശിവലിംഗത്തിനു മുകളിൽ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠിക്കാവുന്നതാണ്. ശൈവ, വൈഷ്ണവ, ശാക്തേയ ശക്തികളുടെ സമന്വയമാവും അവിടം. ഓരോ ഭക്തന്റെയും ആത്മാവിന് പരമാത്മാവിനെ അവിടെ ദർശിക്കാനാവും. പഞ്ചശാസ്താ ക്ഷേത്രങ്ങളുടെ ദർശനം മാനവജന്മത്തിന്റെ പൂർണ്ണത സാധ്യമാക്കും. യോഗീഭാവത്തിലുള്ള നമ്മുടെ രൂപം മാതംഗമലയിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ആ ചൈതന്യം ജ്യോതിരൂപമായി ഇവിടെ കുടികൊള്ളുന്നതാണ്. ദേവന്മാരും ഋഷിവര്യന്മാരും പുണ്യാത്മാക്കളായ സിദ്ധന്മാരും ഇവിടെ നിത്യം പൂജ ചെയ്യും. ഈ ഭൂമിയിൽ വസിക്കും കാലവും അതിനുശേഷം സൂക്ഷ്മ ശരീരിയായും അങ്ങയ്ക്ക് ഇവിടെ നിത്യം പൂജ ചെയ്യാവുന്നതാണ്. എല്ലാം ഭഗവാന്റെ നിശ്ചയം പോലെ. മംഗളം ഭവന്തു. ഭഗവാനെ, ധർമ്മശാസ്താവേ. ആ പ്രദേശം എവിടെയാണ് മഹർഷി? നമുക്ക് ആ പുണ്യസ്ഥലം കാണാൻ തിടുക്കമായി. നാം കാട്ടിത്തരാം ഭാർഗവരാമ. സന്തോഷം മാതംഗ മഹർഷി.
മഹർഷി വര്യന്മാർക്ക് പ്രണാമം. ഇവിടെ നിങ്ങൾ നമ്മെ ദർശിച്ച ഈ സ്ഥാനത്ത് പട്ടബന്ധം പൂണ്ട് ചിന്മുദ്രയോടെ യോഗീഭാവത്തിലിരിക്കുന്ന നമ്മുടെ ഈ രൂപത്തിലുള്ള പ്രതിഷ്ഠ സ്ഥാപിക്കണം. കാനനവാസനായി, ബ്രഹ്മസ്വരൂപനായി, താരക ബ്രഹ്മമായി, സംസാര സാഗരത്തിൽപ്പെട്ടുഴലുന്ന ഭക്തർക്ക് മുക്തി നൽകാനായി നാം എന്നും ഇവിടെ കുടികൊള്ളും. പാരുഷ്യാംഗോ യേന ച ആദൗ യുഗാനാം വാ അസ്യ ആദഷ്ടൗ സ്നിഗ്ധതാം പ്രാപിതാർക്ക നിത്യം ദൈവർ അർച്ചിത വിശ്വകർമ്മ സായം ഭൂയാത് സർവലോകോദയാ. പ്രണാമം ഭാർഗവരാമ. തപസ്സിൽ നിന്ന് ഉണർന്നാലും വിശ്വകർമ്മ പ്രജാപതിക്ക് പ്രണാമം. ധനുർവേദഗുരു, അങ്ങ് എന്തിനാണ് നമ്മെ ദർശിക്കാനായി കാംക്ഷിച്ചത്? പറഞ്ഞാലും. അല്ലയോ ദേവശില്പി, നാം ഹരിഹരപുത്രനായ ശ്രീധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠകൾ മലനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ചു വരികയാണ്. ബാല, കൗമാര, യൗവന ഭാവങ്ങളിലുള്ള പ്രതിഷ്ഠകൾ ഇതിനോടകം തന്നെ വിവിധ ദേശങ്ങളിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. എന്നാൽ മുക്തിദായകനായ ശ്രീധർമ്മശാസ്താവ് നമ്മോട് നേരിട്ടരുളിയ പ്രകാരം ഭഗവാന്റെ ധ്യാനനിരതമായ സന്യാസഭാവത്തിലുള്ള പ്രതിഷ്ഠ ഈ മാതംഗമലയുടെ മകുടത്തിൽ പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. ആ പ്രതിഷ്ഠ സ്ഥാപിക്കേണ്ട സ്ഥലവും രീതിയുമെല്ലാം ഭഗവാൻ തന്നെ നമുക്കും മാതംഗ മഹർഷിക്കും വിവരിച്ചു തന്നിട്ടുണ്ട്. ആ മഹത് ദേവാലയം നിർമ്മിക്കാൻ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ദേവശില്പിയായ അങ്ങാണ്. നാമോ? തീർച്ചയായും. അങ്ങയുടെ പുത്രി സപ്ഞയ്ക്ക് വേണ്ടി സൂര്യനെ കടഞ്ഞ് തേജസ് കുറച്ചതുപോലെ ബ്രഹ്മനിർദ്ദേശം മാനിച്ച് തിലോത്തമയെ നിർമ്മിച്ചതുപോലെ യമസഭയും വരുണസഭയും
ശില്പചാതുര്യത്തിന്റെ ഉത്തമ മാതൃകകളാക്കി പടുത്തുയർത്തിയതുപോലെ ശ്രീ മഹാവിഷ്ണുവിന്റെ ചക്രായുധവും ശ്രീ പരമേശ്വരന്റെ ത്രിശൂലവും അറുമുഖദേവന്റെ ശക്തിവേലും നിർമ്മിച്ചതുപോലെ അങ്ങ് നിർമ്മിക്കണം ശ്രീധർമ്മശാസ്താവിന് ഈ കാനന നടുവിൽ ഒരു ശ്രേഷ്ഠമായ ദേവസ്ഥാനം. തച്ചുശാസ്ത്ര ലക്ഷണങ്ങൾ ഒത്തുചേർന്നിട്ടുള്ള ഒരു പരിപാവന ദേവസ്ഥാനം. പരശുരാമ, അങ്ങയുടെ അഭ്യർത്ഥന നാം നമ്മുടെ കർത്തവ്യമായി ഏറ്റെടുക്കുന്നു. ധ്വജമഹർഷിയുടെ ശാപം മൂലം നാം വാനര ജന്മം പൂണ്ട് ഏറെ നാൾ കാനനത്തിൽ വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാനനത്തിലെ ഋതുഭേദാവസ്ഥകൾ നമുക്ക് അനുഭവവേദ്യമാണ്. ആ അനുഭവം ഉൾക്കൊണ്ട് തന്നെ വിഷ്ണു മഹേശ്വര പുത്രന്റെ കാനനക്ഷേത്രം അങ്ങയോടും മറ്റു ഗുരുക്കന്മാരോടും ചേർന്ന് നാം നിർമ്മിക്കാം. എന്താ, അത് പോരെ? മതി, അത് മതി ശില്പിശ്രേഷ്ഠ. അങ്ങയുടെ വാക്കുകൾ നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്നു. പക്ഷേ അതിന് ഒരാൾ കൂടി നമ്മോടൊപ്പം ഉണ്ടായിരിക്കണം. ആരാണ് ആ മഹത് വ്യക്തി? മറ്റാരുമല്ല, സാക്ഷാൽ അഗസ്ത്യമുനി. അദ്ദേഹമാണ് ഈ തെക്കുദേശത്തിൻ്റെ അധിപൻ. അദ്ദേഹത്തിൻ്റെ മഹനീയ സാന്നിധ്യവും നിർദ്ദേശങ്ങളും തീർത്തും അനിവാര്യം തന്നെയാണ്. അവിടുത്തെ ഇംഗിതം പോലെയാകട്ടെ ദേവശില്പി വിശ്വകർമാവേ. പ്രണാമം. പ്രണാമം. ഗുരു, ശ്രേഷ്ഠനായ അഗസ്ത്യമുനിയെ എന്തുകൊണ്ടാണ് തെക്കിന്റെ അധിപനായി വിശേഷിപ്പിക്കുന്നത്? കുഞ്ഞുങ്ങളെ, പുരാണ കഥകൾ അറിയുമ്പോൾ കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസ സ്വാഭാവികമാണ്. നമ്മുടെ പുരാണ കഥകൾ പലതും പരസ്പര പൂരകങ്ങളാണ്. ഒരു മാലയിലെ മുത്തുകൾ പോലെ. ഇനി അഗസ്ത്യമുനി എങ്ങനെയാണ് തെക്കിൻ്റെ അധിപനായത് എന്ന് ഞാൻ പറയാം. ഈ കഥ ശ്രീ പാർവതീ പരമേശ്വരന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പാർവതീദേവിയുടെ പൂർവജന്മമാണ് ദാക്ഷായണി. ആ നാമം ദേവിക്ക് എങ്ങനെ ലഭിച്ചുവെന്നറിയാമോ? പറഞ്ഞുതരാം. ദക്ഷപുത്രി ആയതുകൊണ്ടാണ് ദാക്ഷായണി എന്ന നാമം ഉണ്ടായത് എന്ന് ശിവപുരാണത്തിൽ പറയുന്നു. ദാക്ഷായണി ദേവിയുടെ മറ്റൊരു നാമമാണ് സതീദേവി. പരമശിവന്റെയും സതീദേവിയുടെയും വിവാഹാനന്തരം ദക്ഷപ്രജാപതി ഒരു യാഗം ആരംഭിക്കുകയുണ്ടായി. ആ യാഗത്തിന് അദ്ദേഹം മറ്റെല്ലാ ദേവന്മാരെയും ക്ഷണിച്ചെങ്കിലും തൻ്റെ ജാമാതാവായ മഹാദേവനെ ക്ഷണിച്ചില്ല. മനഃപൂർവ്വം ക്ഷണിച്ചില്ല. പരമശിവൻ എതിർത്തെങ്കിലും സതീദേവി യാഗത്തിൽ പങ്കെടുക്കാൻ പോവുകയും അവിടെ വച്ച് ദക്ഷൻ പരമശിവനെ അധിക്ഷേപിക്കുന്നത് കേൾക്കുകയും ചെയ്തു. പിതാവിനെ എതിർത്ത സതീദേവി സഭാമധ്യത്തിൽ അപമാനിതയാവുകയും അതിൽ മനം നൊന്ത് ആ യാഗശാലയിൽ തന്നെ ജീവൻ ഉപേക്ഷിക്കുകയും ചെയ്തു. കാറ്റാണ് പുഷ്പത്തിൻ്റെ സുഗന്ധം ലോകമെങ്ങും എത്തിക്കുന്നത്. നമ്മുടെ പ്രാണവായു നമ്മുടെ ധർമ്മത്തിൻ്റെ സുഗന്ധം എങ്ങും പ്രസരിപ്പിക്കട്ടെ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും
പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസ്യധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം